വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എല്ലാവരും എക്സാം എഴുതാൻ പോണ തിരക്കിലാവുമെന്ന് എനിക്കറിയാം. അപ്പോ സമയം കിട്ടുകയാണെങ്കിൽ രണ്ട് ഘട്ടമായിട്ടല്ലേ ഉച്ചയ്ക്കൊക്കെ പരീക്ഷ എഴുതുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോ കാലത്ത് 7:17 സമയത്താണല്ലോ നമ്മൾ ഇടണേ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണോ ഒന്ന് കേട്ടു നോക്കൂ. ജസ്റ്റ് എല്ലാവർക്കും പരീക്ഷ എഴുതാൻ പോണ ടീച്ചറുടെ എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് പറയാണ്. എല്ലാവർക്കും ആശംസകൾ. നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള ടീച്ചർക്ക് ഉറപ്പാണ്. നല്ല കോൺഫിഡൻസോടുകൂടി പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് പറ്റട്ടെ. നല്ല കോൺഫിഡൻസോടുകൂടി എല്ലാവരും എഴുതാൻ ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് VF-ക്കുള്ള ക്ലാസ് തുടങ്ങാനായിട്ട്. അപ്പൊ തുടങ്ങിയാലോ നമുക്ക് ക്ലാസ്? കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മള് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിയാണ് അങ്ങാടിക്കുരുവി എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ അങ്ങാടിക്കുരുവിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങാടിക്കുരുവികൾക്ക് വേണ്ടിയിട്ട് വനവകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം കുരുവിക്കൊരു കൂട്. എന്താണ്? കുരുവിക്കൊരു കൂട്. അപ്പൊ കുരുവിക്കൊരു കൂട് ആർക്ക് വേണ്ടി ആരംഭിച്ചതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടിക്കുരുവികൾക്കായിട്ട് വനവകുപ്പ് ആരംഭിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അഥവാ കേരള സർവകലാശാല അത്യുൽപാദന ശേഷിയുള്ള ഒരു പാവൽ വിത്തിനം ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചു. എന്താണ് അതിന്റെ പേര്? അതിന്റെ പേര് പ്രിയങ്ക എന്നാണ്. അപ്പൊ പ്രിയങ്ക എന്നത് പാവലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണെന്നും അത് കേരള യൂണിവേഴ്സിറ്റിയാണ് വികസിപ്പിച്ചത് എന്നും ഓർക്കണം. ഇനി അടുത്തത് സിങ്കിന്റെ പ്രധാന അയിര് ഏതാണ്? സിങ്കിന്റെ അയിരിന്റെ പേരാണ് കലാമിൻ എന്നത്. സിങ്കിന്റെ അയിര് ഏതാണ്? കലാമിൻ എന്നത് സിങ്കിന്റെ അയിരാണ്. അടുത്തത് ബംഗ്ലാദേശില് നമുക്കറിയാം ഇടക്കാല ഗവൺമെന്റ് ഒക്കെ നിലവിൽ വരികയുണ്ടായി. അതിനെ കുറിച്ചിട്ടുള്ള വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പേപ്പറിൽ വായിച്ചതാണ്. ആ ബംഗ്ലാദേശിൽ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിച്ചപ്പോ അതിന്റെ തലവനായിട്ട് ഒരു നൊബേൽ പ്രൈസ് ജേതാവാണ് അതിന്റെ തലവനായിട്ട് വന്നത്. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് യൂനസ് എന്നാണ്. അദ്ദേഹത്തെ നമുക്കറിയാം ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ അദ്ദേഹമാണ് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ പ്രൈസ് ജേതാവ്. അടുത്തത് ഖാദർ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ ഖാദർ കമ്മിറ്റി എന്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, എന്തിനെ കുറിച്ച് പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയമിച്ച കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം സ്കൂൾ എഡ്യൂക്കേഷൻ, സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് ഖാദർ കമ്മിറ്റി എന്ന് ഓർത്തുവെക്കാം. ഇനി അടുത്തത് ഒരു ഡിസീസിന്റെ പേരാണ്. അതിന്റെ പേര് ഇതാണ്, കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏത് ഡിസീസ് ആണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്, കുരങ്ങു പനി. ഇപ്പൊ കുരങ്ങു പനിയെയാണ് നമ്മൾ കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി ഒരു വാക്സിൻ, പല വാക്സിനുകള് വികസിപ്പിച്ചിട്ടുണ്ട്. അതില് ഹെപ്പറ്റൈറ്റിസിന് വേണ്ടിയിട്ട്, ഹെപ്പറ്റൈറ്റിസ് എക്ക് വേണ്ടിയിട്ട് ഒരു വാക്സിൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് എന്താ പറയാ വികസിപ്പിക്കുകയുണ്ടായി. അതിന്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാവി ഷ്യൂർ എന്നാണ് അതിന്റെ പേര്. ഷ്യൂർ ആണ് കേട്ടോ. ഹാവി ഷ്യൂർ എന്നുള്ളതാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണം, നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്നു. അതിനുശേഷം നമ്മൾ 1857 റിവോൾട്ട് ഒക്കെ ഉണ്ടായിന്ന് നമുക്കറിയാം. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ആരുടെ കയ്യിലേക്ക് പോയി? ബ്രിട്ടനിലേക്ക് പോയി, അല്ലെങ്കിൽ ബ്രിട്ടൻ ക്രൗണിലേക്ക്, അല്ലെ, ബ്രിട്ടൻ രാജ്ഞിയിലേക്ക് പോയി, അല്ലെങ്കിൽ രാജാവിലേക്ക് പോയി. അത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1858 എന്ന് ഓർത്തുവെക്കാം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭ വന്ന് കുറേയധികം കമ്മിറ്റികൾ രൂപീകരിച്ച് ആ കമ്മിറ്റികളുടെ എന്താ പറയാ വളരെ നാളത്തെ പരിശ്രമ ഫലമായിട്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയാണ്. അത് എന്നാണ് ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ഇനി അടുത്തത് പുലയരുടെ രാജാവ് എന്ന് വിളിക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എന്താ പറയാ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. അദ്ദേഹം ജനിച്ചത് വർഷവും മാസവും ദിവസവും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്.
1863 ഓഗസ്റ്റ് മാസം 28 1863 ഓഗസ്റ്റ് 28 അല്ലെ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 ഭൂവിഭാഗങ്ങളായിട്ടാണ് കേരളം ഉണ്ടായിരുന്നത്. ആ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന തിരുവിതാംകൂർ രാജവംശത്തിലെ ഏത് ഭരണാധികാരിയാണ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം റാണി ഗൗരി പാർവതിബായി ആണ്. ആരാണ്? റാണി ഗൗരി പാർവതിബായി ആണ് പ്രാഥമിക വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ സൗജന്യമാക്കിയത്. ഇനി അടുത്തത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി. എന്താണ്? ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി ഗവേഷണ സമിതി രൂപീകൃതമായത് ആരുടെയെല്ലാം ശ്രമഫലമായി എന്നാണ് ചോദ്യം. ആരുടെയെല്ലാം ശ്രമഫലമായിട്ടാണ്? ഒന്ന്, വിക്രം സാരാഭായി. ആരുടെയാണ്? വിക്രം സാരാഭായി. അടുത്തത് ആരുടെയാണ്? ജവഹർലാൽ നെഹ്റു. അപ്പൊ വിക്രം സാരാഭായി, ജവഹർലാൽ നെഹ്റു എന്നിവരുടെ ശ്രമഫലമായിട്ടാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത്. ഇനി അടുത്തത് ദാരിദ്ര്യ നിർമാർജനം പ്രധാന ലക്ഷ്യമാക്കിയ ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5th 5-year പ്ലാൻ എന്ന് നമ്മൾ പറയണം. 5ാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമാർജനം ലക്ഷ്യം വെച്ച് ആരംഭിച്ചത്. അടുത്തത് ഇന്ത്യയുടെ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ഇന്ത്യൻ ഉപദ്വീപിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് കന്യാകുമാരി എന്നാണ്. അടുത്തത് രാജസ്ഥാൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. ഈ രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഏക നദി ഏത് എന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഏക നദിയുടെ പേര് ലൂണി നദി എന്നാണ്. രാജസ്ഥാനിലൂടെ ഒഴുകുന്ന ഏക നദി ഏതാണ്? ലൂണി നദിയാണ്. ഇനി ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയുടെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ ആ രേഖാംശ രേഖയെ നമ്മൾ വിളിക്കുന്നത് ഉത്തരായന രേഖ എന്നാണ്. ഉത്തരായന രേഖ. ഇനി അടുത്തത് മലയാള സിനിമയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ മലയാള സിനിമാ മേഖലയില് സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് കമ്മിറ്റിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഒരു ഡിജിറ്റൽ കോർട്ട് എവിടെ നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിലാണ് എന്ന് നമ്മൾ പറയണം. അടുത്തത് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടം. രണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിന്റെ പേര് പുല്ലൂരംപാറ എന്നാണ്. പുല്ലൂരംപാറ പഞ്ചായത്താണ് എന്ന് ഓർത്തുവയ്ക്കൂ. ഇന്ത്യയിൽ ആദ്യമായി അരിക്ക് വേണ്ടി ഒരു ATM ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയിലെ ഭുവനേശ്വർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ 2024 ഓഗസ്റ്റ് മാസത്തിൽ 75ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏതാണ്? ഒരു രൂപയുടെ നോട്ടാണ്. അടുത്ത ചോദ്യം ഭൗമശാസ്ത്രജ്ഞന്മാര്. എന്താണ്? ഭൗമശാസ്ത്രജ്ഞര് കേട്ടോ. ഈ ശാസ്ത്രജ്ഞന്മാര് എന്താണ്? സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസം ഭൗമശാസ്ത്രജ്ഞൻ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസത്തെ എന്തു പേരിലാണ് വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭൗമശാസ്ത്രജ്ഞന്മാർ അതിനെ വിളിക്കുന്നത് മണ്ണിന്റെ ക്യാൻസർ എന്നാണ്.
മണ്ണിന്റെ ക്യാൻസർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നതിനായി ആലം ചേർക്കുന്ന പ്രക്രിയയ്ക്ക് വിളിക്കുന്ന പേര് എന്താണ്? കൊയാഗുലേഷൻ എന്നാണ്. ഇനി കലോറി മൂല്യം കണക്കാക്കുമ്പോൾ കലോറി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ഇന്ധനത്തിന്റെ പേര് എന്താണ്? ഹൈഡ്രജൻ എന്നാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് ആരംഭിച്ചത്? കണ്ണൂരാണ് ആരംഭിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചോദ്യം. അപ്പൊ ഇനി 2-3 ദിവസങ്ങളിൽ നമ്മൾ ഓരോ വീഡിയോസ് ആയിരിക്കും ഇടണ്ടാവുക. സാധാരണ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇനി നമ്മൾ 2 ദിവസം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കൃത്യമായിട്ട് വിശകലനം ഒക്കെ ചെയ്യണം. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വിശകലനം ചെയ്തതിന് ശേഷം 2ാം ഘട്ടമുള്ള LGS വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞ് ഇനി അടുത്തത് VFAക്ക് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ 2ാം ഘട്ടത്തിലുള്ളവരായാലും പഠിക്കണ്ടോ, എല്ലാവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു VFAയുടെ ക്ലാസ്സും കൂടി ആരംഭിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. എല്ലാ കുട്ടികളും ഭംഗിയായിട്ട്, നിങ്ങൾ എല്ലാ മക്കളും നന്നായിട്ട് പരീക്ഷ ചെയ്താൽ യാതൊരുവിധ ടെൻഷൻ ഇല്ലാണ്ട് പോയി പരീക്ഷ എഴുതിയിട്ട് വരിക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടീച്ചറുടെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു കേട്ടോ.